ഹായ് ഓൾ, വെൽക്കം ടു പെപ്കോഫ്ലാൻഡ് ഓർഗാനിക് ഫാമിംഗ്. പെപ്കോഫ്ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുരുമുളക് പറിക്കുന്നത് മുതൽ അത് ഉണക്കുന്ന പ്രോസസ്സിംഗ് വരെയുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. കുറേയായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ടൈം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇങ്ങനെ കുറച്ച് ലാഗ് വന്നിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുരുമുളകിൻ്റെ എല്ലാ വീഡിയോസും ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുരുമുളക് എങ്ങനെ പരിപാലിക്കണമെന്നും കുരുമുളകിൻ്റെ ഓരോ കൃഷിരീതിയും അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് ബുഷ് പേപ്പർ ഉണ്ടാക്കുന്നതും അതുപോലെ എല്ലാ കാര്യങ്ങളും വളപ്രയോഗ രീതിയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ഈ കുരുമുളക് പറിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഏകദേശം ഒരു 6 മാസമായി വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ട്. ഈ ഒരു 6 മാസത്തിൽ നമ്മൾ കുരുമുളകിൻ്റെ ഈ വളർച്ചാഘട്ടം മുതൽ, അതായത് തിരിയിടുന്ന അത് മുതലുള്ള കാര്യങ്ങൾ മുതൽ ഇപ്പോൾ ഈ കുരുമുളക് പറിക്കുന്ന കാര്യങ്ങൾ വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, അതുപോലെ ബുഷ് പേപ്പർ നടുന്ന രീതിയുണ്ട്, കുരുമുളകിൻ്റെ വളപ്രയോഗ രീതിയുണ്ട്. അതെല്ലാം നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അവസാനത്തെ ലാസ്റ്റ് ഭാഗമായിട്ടുള്ള കുരുമുളക് പറിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പല ടൈമിലായിട്ടാണ് കുരുമുളക് പറിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ടൈമിലും നമ്മൾ കിട്ടുന്ന കുരുമുളക് അപ്പോൾ ചിലതിന് നമുക്ക് ഒരേ മൂപ്പായിരിക്കില്ല. ചില സമയത്ത് നന്നായി മൂത്ത് കുരുമുളക് മാത്രം പറിച്ചെടുക്കും, അതിനുശേഷം ബാക്കിയുള്ളത് പറിച്ചെടുക്കും. അങ്ങനെയാണ് ഉണ്ടാവല്. അപ്പോൾ ഇത് നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ പല സമയത്തായിട്ട് കുരുമുളക് പറിച്ച് അത് മെതിച്ച് ഉണക്കുന്നതായിട്ടാണ് വീഡിയോ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ ഞങ്ങളതിന് മറുപടി നൽകും. കാരണം ഞങ്ങൾ ഇവിടുത്തെ കൃഷിരീതിയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഞങ്ങൾ ചെയ്തിട്ട് വിജയം ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഇതാ നമ്മൾ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കി. നമ്മളെല്ലാവരും യൂട്യൂബ് കാണുമ്പോൾ പറയും പിന്നെ ഉടായ്പാണ്, ഇത് തട്ടിപ്പാണ്, പിന്നെ അത് അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ. എങ്ങനെയാണ് പിന്നെ ഇതിങ്ങനെ തട്ടിപ്പ് എന്നല്ല, നമ്മളിത് കറക്റ്റ് ഇങ്ങനെയുണ്ട്. ഇവിടെ വന്നവർ ആരും തട്ടിപ്പ് എന്ന് പറയില്ല. ഇവിടെ വന്നൊരു കൃഷി കാണുന്നവരാരും തട്ടിപ്പ് വെട്ടിപ്പ് എന്ന് എന്തായാലും പറയില്ല. അപ്പോൾ ഈ കുറഞ്ഞ ചിലവിൽ, അതായത് 10 രൂപ മുടക്കിയിട്ട് നമുക്ക് 100 രൂപ കിട്ടുന്ന ഒരു കൃഷിയാണ്. അല്ലാതെ 100 രൂപ മുടക്കിയിട്ട് എല്ലാവരും ഇങ്ങനെ കാണിച്ച് നല്ല ഭംഗിയിൽ ഇങ്ങനെ കാണിച്ച് 10 രൂപ കിട്ടുന്ന ആ പരിപാടിയല്ല ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ഇങ്ങനൊരു ചെറിയൊരു എന്തെങ്കിലും ചെറിയൊരു കുത്തുണ്ട്, ഇതിൻ്റെ കുറവുണ്ട്, അതിൻ്റെ കുറവ്. ഇവിടെ അതൊന്നും നമുക്ക് നോക്കണില്ല. ഇവിടെ കേടില്ല, ഒരു വള്ളിക്ക് പോലും കേടില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഇലയിൽ ഇത് കണ്ട് ഇത് കുത്ത് കണ്ടി നമ്മൾ മരുന്ന് അടിച്ചാണ് ഒരു മരുന്ന് ഇവിടെ പ്രയോഗിക്കാതെ ഇതാണ് നമുക്ക് കിട്ടിയിട്ട് ഇതാണ് കിട്ടേണ്ടത്. ഇതിൻ്റെ ഈ മണി കിട്ടണം നമുക്ക്. ഈ മണി കിട്ടിയാലേ നമുക്ക് വില കിട്ടുകയുള്ളൂ. അല്ല ഇതിൽ കുറേ പിന്നെ മാസം ഇങ്ങനെ അടിക്കണം അങ്ങനെ അടിക്കണം, നമ്മളെ പൈസ ഇങ്ങനെ ചിലവാക്കല്ലാണ്ട് അതിൽ നിന്ന് കിട്ടണ്ടേ നമുക്ക്. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ ഈ മരുന്നുകളും രാസവളങ്ങളും കീടനാശിനികളും ചെയ്യാതെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനം കൊണ്ട് നമുക്ക് ഇങ്ങനെ വിളവുണ്ടാക്കിയെടുക്കുക. കുറഞ്ഞ ചിലവ്, ഒരു വള്ളിക്കൊരു കേടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നല്ല ദൃഢമായിട്ടുള്ള മണികൾ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ വിളവെടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. അതായത് കയറ്റവള്ളിയത്തെ ആദ്യം തിരഞ്ഞ് പറിച്ചിപ്പം ഇന്ന് തുടക്കമായിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ചവിട്ടി അതാ ഇങ്ങനെ ആക്കി കൂട്ടിയിരിക്കുന്നു. നമ്മളിത് തുടങ്ങിയിട്ടുള്ളൂ. കൃഷി എന്താണെന്നുള്ളത് ഇങ്ങനെ ഒരു കൃഷി രീതി നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവില്ല ആരും. ഇവിടെ വന്നാൽ ഈ തോട്ടം കാണാൻ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താ സംഭവം എന്നുള്ളത്. ഉടായ്പാണോ അല്ലെങ്കിൽ തട്ടിപ്പാണോ? ഇത് വിറ്റിട്ട് ഈ തൈ വിറ്റിട്ട് നമുക്ക് പൈസ വേണ്ട, നമുക്ക് ഇവിടുത്തെ ആദായം മതി. അപ്പോൾ ഒരു പരീക്ഷകനാണ്. അപ്പോൾ പരീക്ഷിക്കുക കുറച്ചൊക്കെ. എവിടുന്ന് പറഞ്ഞാലും അത് 1 2 വള്ളി പരീക്ഷിച്ച് നോക്കുക. അത് വിജയമാണെങ്കിൽ അത് തുടർന്ന് പോവുക. പേര് ബാബുരാജ് എന്നാണ്. ഞാൻ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ 1-ാം വാർഡിലാണ് താമസിക്കുന്നത്. ഞാൻ 2 വർഷം മുമ്പാണ് ഈ കുരുമുളക് തോട്ടത്തിൽ വന്നത്.
അപ്പം മുഹമ്മദ് അലി ചെയ്യുന്ന ഈ കുരുമുളകിൻ്റെ ഉൽപ്പാദനം പുതിയ തരത്തിലുള്ള മറ്റെവിടെയും കാണാത്ത തരത്തിലുള്ള ഒരു ഉൽപ്പാദന സമ്പ്രദായമാണ് വാസ്തവത്തിൽ ഒരു കൃഷി സമ്പ്രദായമാണ് ഇത്. ഈ വയനാട്ടിലിപ്പം അടുത്ത കാലത്തായിട്ട് എല്ലാ കുരുമുളക് തോട്ടങ്ങളും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തീരെ ഇല്ലാത്ത ഒരവസ്ഥയാണ്. കിൻഡിൽ കണക്കിന് വരെ കുരുമുളക് പറിച്ചിരുന്ന ഞങ്ങളെല്ലാം ഇന്ന് 100 ഗ്രാം പോലും കുരുമുളക് കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് കുരുമുളക് കൃഷിയെ നവീകരിക്കുന്നതിനും അതിനെ വീണ്ടും തിരിച്ച് വയനാടൻ മണ്ണിലേക്ക് കൊണ്ടുവരുന്നതിനും ഉള്ള ഒരു അതിനൂതനമായ ഏറ്റവും ശ്ലാഘനീയമായ ഒരു ശ്രമമാണ് ശ്രീ മുഹമ്മദ് അലിയും അവരുടെ കുടുംബവും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്ര വെള്ളം കിട്ടും? ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പിരിയം കമ്പിയിൽ ആ വാർക്ക കമ്പിയിൽ അടിയിൽ പെയിന്റ് അടിക്കുക, നിലത്ത് കട്ടപ്പാലൊക്കെ കുത്തി തത്തിട്ടാൽ ഒന്ന് അവിടെ കൊടുത്തോളി. ഒന്നുകൂടെ കുറ്റിക്കുരുമുളക് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ചിലപ്പോൾ ഇവിടെയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഇതേപോലത്തെ ഇരിക്കുന്നുണ്ടാവും, ഇതേപോലത്തെ ഒരു കണ്ണി. ഇത് മതി. ഇത് കൊണ്ട് നട്ടിട്ട് നമ്മൾ കുറച്ചും കൂടി കഴിയുമ്പോൾ ഇതിന് നമ്മൾ ഒരു കയറെടുത്തിട്ട് ഇതിലേക്ക് നോക്കിയിട്ട് പല സമയത്തായിട്ടാണ് നമ്മൾ കുരുമുളക് പറിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പല വീഡിയോസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇത് കാണുക. കാരണം നമ്മൾ മൂക്കുന്ന കുരുമുളകിനനുസരിച്ചാണ് നമ്മൾ പറിച്ച് ഉണക്കാറുള്ളത്. അപ്പോൾ പല ടൈമിലുള്ള കുരുമുളക് മെതിക്കുന്നതായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. മുളക് മെതിച്ചതിന് ശേഷം നമ്മളിങ്ങനെ അതിലുള്ള ചണ്ടികളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മളിത് നേരെ ഉണക്കാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം നേരെ ഒരു ടാർപ്പായിൽ നമ്മൾ കുരുമുളക് ഇതുപോലെ നിരത്തി അത് ചിക്കി ഇതുപോലെ പരത്തിയിടണം. പരത്തിയിട്ട് നമ്മൾ ഏകദേശം 3 ദിവസം കൊണ്ട് തന്നെ നല്ല വെയിലുണ്ടെങ്കിൽ കുരുമുളക് ഉണങ്ങി കിട്ടുന്നതാണ്. ഇതുപോലെ കുരുമുളക് 3 ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നതാണ്. ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആയിട്ടുള്ളൂ. ഇനി 3ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ കുരുമുളക് നന്നായി ഉണങ്ങിയിട്ടുണ്ടാവും. ഇത് നമുക്ക് ഓരോ തവണ നമ്മൾ കുരുമുളക് ഇടുമ്പോഴും നമ്മളത് കൂട്ടി വെച്ച് ഒരു ചാക്കിലാക്കി നമ്മൾ കെട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ അതൊന്നും കൂടി നന്നായിട്ട് ആവിച്ചിട്ട് ഒന്നും കൂടി ചൂടായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ 3ാം ദിവസം നമുക്ക് നല്ല രീതിയിൽ തന്നെ കുരുമുളക് നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് കൂടുതൽ ടൈം കുരുമുളക് എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ വെയിറ്റ് ഒന്നും കുറയില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് കുറയാതെ തന്നെ കുരുമുളക് നമുക്ക് അങ്ങനെ കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒന്നും കൂടി ഉണക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഇതുപോലെ ചാക്കിലാക്കി നമ്മൾ കെട്ടി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം കൊണ്ടുപോയി വീണ്ടും ഉണക്കാനിടയിലാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ 3 ദിവസത്തിന് ശേഷം നമുക്ക് എടുത്ത് വെക്കാം. എന്നിട്ട്
ഇതുപോലെ സ്റ്റോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസത്തിന് ശേഷം 3-ാം ദിവസം നന്നായി കുരുമുളക് ഉണക്കിയതിന് ശേഷം സ്റ്റോക്ക് ചെയ്ത് എടുത്ത് വെക്കാവുന്നതാണ്. രണ്ട് ദിവസം ഉണക്കൊണ്ട് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ 3-ാമത്തെ ദിവസം കൂടി ഉണക്കിയാൽ നമുക്ക് പാപ്പർ സൂട്ടായിട്ട് ഉണങ്ങി കിട്ടും. നല്ല ഉണക്കിയിട്ട് എത്ര കാലം വേണമെങ്കിൽ നമുക്കിത് എടുത്ത് വെക്കാം. ഒരു കുഴപ്പം ഈ കുരുമുളകിന് വരില്ല, വെയിറ്റും കുറയില്ല. നല്ല ഉണക്കിയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ശരിക്കും ഉണങ്ങിയിട്ടുണ്ട്, കൊടുക്കാനുള്ളതും ആയി. പക്ഷേ നമ്മൾ നല്ല പോലെ ഉണക്കിയിട്ടാണ് എടുത്ത് വെക്കുക. 3 ദിവസമാണ് ഇതിൻ്റെ 3 ദിവസം നല്ല വെയിലാണെങ്കിൽ 3-ാമത്തെ ദിവസം നമുക്ക് കണ്ടീഷനായിട്ട് ഇന്ന് നമ്മൾ പുതിയൊരു ഇനം കുരുമുളകും കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ പേര് നാഗവാലി എന്നാണ്. ഇത് വാലൻകോട്ട എന്ന് പറയുന്ന കുരുമുളകും നാഗമുണ്ടി എന്ന് പറയുന്ന കുരുമുളകും കൂടി സംയോജിപ്പിച്ചിട്ടാണ് ഈ ഒരു പുതിയ ഇനം കുരുമുളക് വികസിപ്പിച്ചെടുത്തത്. നല്ല അടുപ്പമുള്ള മണികളാണ് ഇതിൻ്റെ പ്രത്യേകത. നാഗമുണ്ടിയുടെ ഒരു ഷേപ്പും കൂടി ഇതിനുണ്ട്. നാഗത്തെ പോലെയുള്ള ഒരു ഷേപ്പുള്ളതാണ് നാഗമുണ്ടി എന്ന് പറയുന്ന ഇനം. അതിൻ്റെ ഒരു ഷേപ്പും കൂടി ഇതിന് കാണാം. നല്ല അടുപ്പമുള്ള മണികളുള്ള നല്ല വെയിറ്റുള്ള കുരുമുളകാണ്. ഇതിപ്പോൾ പുതിയതായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ തൈകളൊക്കെ ഇപ്പോൾ അവൈലബിൾ അല്ല. ഒന്നാമത് ഇപ്പോൾ വികസിപ്പിച്ചെടുത്തതുകൊണ്ടാണ് പുതിയ ഇനങ്ങളുടെ തൈകൾ അവൈലബിൾ അല്ലാത്തത്. നമുക്കത് ഇനി വരുന്ന വർഷങ്ങളിലായിട്ട് നമുക്ക് ഈ തൈകളൊക്കെ എത്തിക്കുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാം. ഇന്നത്തെ വീഡിയോ എവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.